നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ? സംസ്കൃതം. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. ഒറീസ്സയുടെ അല്ലെങ്കിൽ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ഒറീസ്സയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഒറീസ്സയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ഹാർഡിഞ്ച് പ്രഭു. ഹാർഡിഞ്ച് പ്രഭുവാണ് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി. എന്താണ് പേര്? ഹാർഡിഞ്ച് പ്രഭു. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ? ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം? ഡൽഹി. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം? ഡൽഹി. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ ഏത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ മലയാളം. മലയാളത്തിനാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി സ്നേഹപൂർവം. മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹപൂർവം.
മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹപൂർവ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ലോക ദരിദ്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? വേൾഡ് പോവർട്ടി ഡേ. ഒക്ടോബർ 17 ഒക്ടോബർ 17 വേൾഡ് പോവർട്ടി ഡേ. ലോക ദരിദ്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 17. ലോക ദരിദ്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 17. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ് ഭവൻ. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ് ഭവൻ. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആര്? ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി അശോക ചക്രവർത്തി. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി അശോക ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം എവിടെയായിരിക്കും? കർണാടകം. KGF ഓർത്താൽ മതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം കർണാടകം. ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏത്? ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ദുർഗാപൂർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ദുർഗാപൂർ. ദുർഗാപൂർ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. ഡോക്ടർ വിക്രം സാരാഭായ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരം ആര്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? സ്ഥലം പെരിയാർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പെരിയാർ. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി AK ആന്റണി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളിയാണ് AK ആന്റണി. കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം മറയൂർ. ചന്ദനക്കാടിന്റെ നാട് മറയൂർ.
കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം ഏതു ജില്ലയിലാണ്? കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം. കിള്ളിക്കുറിശ്ശി മംഗലം ഏത് ജില്ലയിലാണ്? പാലക്കാട്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശി മംഗലം പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിങ്കാളി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിങ്കാളി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിങ്കാളി വെങ്കയ്യ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 1951 വർഷമായി വരുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷവും ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷവും 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷവും 1951. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല കൊല്ലം. ഏതാണ്? തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല കൊല്ലമാണ്. തെന്മല ഇക്കോ ടൂറിസമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം. ലക്ഷ്യ 1. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് ലക്ഷ്യ 1. പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ്? പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ്? 13ാമത്. പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതിയാണ്. പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതിയാണ്. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേര് എന്താണ്? പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേര് എന്താണ്? മെൻഡലേവിയം. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേര് മെൻഡലേവിയം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7.
ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്താണ്? മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജം ആകുന്നു. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. എത്രയാണ്? 4 അറകളുണ്ട്. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. തന്നിരിക്കുന്നവയിൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പല്ല്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഉൾപ്പെടാത്തത് പല്ല് തന്നിരിക്കുന്നവയിൽ. ഇത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടാണ്? തെങ്ങ്. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? തെങ്ങ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? വാഴ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം വാഴ എന്ന വിളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്കെല്ലാം ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുള്ളവയെല്ലാം എനിക്ക് ഉത്തരങ്ങൾ കിട്ടാത്തവയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം അറിയാം എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.